ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എഗ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ എഗ് റോസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ മുട്ട പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള നീളത്തിൽ ചെറുതാക്കി കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് ഞാൻ കുറച്ചൊരു ഒലിവ് ഓയിൽ ഒഴിച്ച് അതിലൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ട് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പുഴുങ്ങിയ മുട്ടേനെ ഒന്ന് ഫ്രൈ ചെയ്ത് ആ മുളകും ഇതെല്ലാം അതിൽ ചേർന്ന് പിടിക്കുന്ന മാതിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ചെറുതാക്കി അരിഞ്ഞു വെച്ച് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ച് സവാള അതിലേക്ക് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കാം. അപ്പോൾ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സവാള കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. കറി ആയിട്ടല്ലല്ലോ വയ്ക്കുന്നത്. അപ്പോൾ സവാള കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അപ്പോൾ അതിനൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. പുള്ളി അധികമുള്ള കാരണം തന്നെ അത് വഴലാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി 2 ചെറിയ പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നല്ലോണം വഴലുന്നതിന് മുമ്പ് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടാണ് വഴറ്റണം കേട്ടോ. അപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നപ്പോൾ ഒരു ചെറിയ തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ ഒരു പകുതി തക്കാളി മതി, അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് തക്കാളി വേണ്ട, കാരണം ആ ഒരു മധുരപ്പുള്ള ഒരു കറിയുടെ ഒരു ടേസ്റ്റിലേക്ക് പോകും. അപ്പോൾ ചെറിയൊരു തക്കാളി അല്ലെങ്കിൽ ഒരു ഹാഫ് തക്കാളി ഇട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചേർത്ത് വഴച്ചെടുക്കാം. അപ്പം മുളക് പൊടിയുടെ ഇതിൻ്റെ എല്ലാം ആ മണം പച്ചമണം പോകുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി ചേർത്ത് ഒന്ന് സെറ്റായാൽ കറി റെഡിയായി. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുട്ട അതിൽ ചേർത്ത് ഇളക്കിയെടുത്ത് കറി ഓക്കെ ആയി. പിന്നെ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് സവാള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആ മുട്ട ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ കറി റെഡിയായി. എത്രയേ ഉള്ളൂ. അപ്പോൾ മുട്ട എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാനിന്ന് അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.